ഇന്നലത്തെ മാച്ചിൽ ജയിച്ച് ഇന്ത്യ പരമ്പര സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഈ T20 സീരീസിലെ അവസാനത്തെ T20 നാളെയാണ്. മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയത്തിലാണ് അഞ്ചാമത്തെ T20 നടക്കാൻ പോകുന്നത്. എല്ലാവരും കാത്തിരിക്കുകയാണ്. ഇന്ത്യക്ക് ഈ ഒരു T20 ചടങ്ങ് മാത്രമാണ്. ഓൾറെഡി ഇന്ത്യ പരമ്പര നേടി. എന്നാൽ ഇംഗ്ലണ്ടിനാകട്ടെ നാണക്കേടിൽ നിന്ന് രക്ഷിക്കാൻ നാളത്തെ മാച്ച് എന്തായാലും ജയിക്കണം. നാളത്തെ ഇന്ത്യൻ ടീമിൽ ചില മാറ്റങ്ങൾ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യ ഇംഗ്ലണ്ട് അഞ്ചാം T20യെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. 4 T20യിലും സഞ്ജുവും അഭിഷേകുമായിരുന്നു ഇന്ത്യയുടെ ഓപ്പണർ. പക്ഷേ രണ്ടുപേർക്കും ഫോം ആകാൻ സാധിച്ചിട്ടില്ല. അഭിഷേക് ആണെങ്കിൽ ഒരു മാച്ചിൽ അടിച്ചു കളിച്ചിട്ടുണ്ട്. സഞ്ജു 4 മാച്ചിലും ഫ്ലോപ്പായിരുന്നു. ഇപ്പോഴിതാ സഞ്ജുവിനെ ഓപ്പണിംഗിൽ നിന്ന് മാറ്റിയേക്കുന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. സഞ്ജുവിനെ വൺ ഡൗണിലേക്ക് ഇറക്കാനാണ് പദ്ധതി. പകരം തിലക് വർമ്മയെ ഓപ്പണിംഗിൽ കളിപ്പിച്ചേക്കും. സഞ്ജുവിനെ അപേക്ഷിച്ച് നാളത്തെ ലാസ്റ്റ് T20യിൽ മികച്ച പ്രകടനം പുറത്തെടുക്കണം. ഇല്ലെങ്കിൽ അത് സഞ്ജുവിനെ കൂടുതൽ ബാധിച്ചേക്കും. സഞ്ജുവിന്റെ കരിയറിന് പണി കിട്ടും. അതുകൊണ്ട് സഞ്ജു നാളത്തെ മാച്ചിൽ ഉറപ്പായിട്ടും ഫോം ആകും. പോരാത്തതിന് നാളത്തെ മാച്ച് മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയത്തിലാണ്. ഇന്ത്യക്ക് അനുകൂലമായ പിച്ചാണ് അവിടുത്തേത്. റൺസ് കുത്തനെ ഒഴുകും. അതുകൊണ്ട് സഞ്ജുവിന് മികച്ച ഇന്നിങ്സ് നാളെ കാഴ്ചവെക്കാൻ സാധിക്കും. നാളത്തെ മാച്ചിൽ ഹർഷിത് റാണ പ്ലേയിങ് 11-ൽ ഉണ്ടായിരിക്കും. ഇന്നലത്തെ മാച്ചിൽ ശിവൻ ദുബൈക്ക് പകരമാണ് റാണ വന്നിട്ടുണ്ടായിരുന്നത്. ഹർഷിത് റാണ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇന്നലെ ഇന്ത്യ കളി ജയിച്ചത്. റാണയാണ് കളി തിരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നാളത്തെ അഞ്ചാമത്തെ T20ക്കുള്ള ഇന്ത്യയുടെ പ്ലേയിങ് 11 നോക്കാം. അഭിഷേക്, തിലക്, സഞ്ജു സൂര്യ, റിങ്കു സിംഗ്, പാണ്ഡ്യ, ശിവൻ ദുബെ, അക്സർ പട്ടേൽ, ഹർഷിത് റാണ, രവി ബിഷ്ണോയ്, വരുൺ ചക്രവർത്തി. ഇതാണ് ഇന്ത്യയുടെ പ്ലേയിങ് 11. ഇന്ത്യക്ക് നാളത്തെ മത്സരം വെറും ചടങ്ങ് മാത്രമാണ്. തോറ്റാലും ജയിച്ചാലും കുഴപ്പമില്ല. നാളത്തെ മാച്ചിലെങ്കിലും സഞ്ജു സെഞ്ചുറി അടിക്കുമെന്ന വിശ്വാസത്തിലാണ് ആരാധകർ. സഞ്ജു നാളെ രണ്ടും കളിപ്പിച്ചായിരിക്കും കളിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അഞ്ചാമത്തെ T20ക്ക് വേണ്ടി കാത്തിരിക്കാം. ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യും.